ഷഠോപ്രഗൽഭോ ചപലോദയാലു ബഹുപ്രജാഢ്യോ വിജിതേന്ദ്രിയച്ച രൗദ്രോ പ്രസൂതകലു സസ്യലോലുപ സദാഭിഹൃഷ്ടാകൃത യുദ്ധകാമ. ഹരിയോ, ഞാൻ സന്തോഷ് സരോവരം. തിരുവാതിര നക്ഷത്രം മിഥുനം രാശിയിലാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. ബുധനാണ് ഈ രാശിയുടെ അധിപനായിട്ട് വരുന്നത്. ഈ നക്ഷത്രത്തിൻ്റെ ദേവനായിട്ട് വരുന്നത് മഹാദേവനാണ്, ശിവനാണ്. മനുഷ്യഗണത്തിൽ സ്ത്രീയോനിയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജന്മം. രാഹുവിൻ്റെ ദശാകാലത്താണ് ഈ നക്ഷത്ര ജാതകരുടെ ജന്മം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ മൃഗമായിട്ട് വരുന്നത് പെൺപട്ടിയാണ്, വൃക്ഷം കരിമരുന്നുമാണ്. ഈ നക്ഷത്രക്കാരുടെ ഒരു ശാരീരിക പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ഇവർ നല്ല ഉയരം കൂടിയവരായിരിക്കും, അല്ലെങ്കിൽ ഉയരം കുറഞ്ഞവരായിരിക്കും. ഇങ്ങനെയുള്ള ഒരു ശാരീരിക പ്രകൃതിയാണ് ഇവർക്കുള്ളത്. ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് അഭിമാനബോധം വളരെയധികം ഉള്ള വ്യക്തികളാണ് ഇവർ. സ്വന്തം വ്യക്തിത്വത്തിനും അഭിമാനത്തിലുമൊക്കെ ഊന്നൽ കൊടുത്ത് ഇവർ മുന്നോട്ട് പോവുകയുള്ളൂ. അതുപോലെ ഇവർക്ക് കലാപരമായ കഴിവുകളും താല്പര്യങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ് ഇവർ. ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ അതിനോടൊപ്പം മറ്റ് ചില പ്രവൃത്തികളും കൂടെ ചെയ്യാൻ താല്പര്യം കാണിക്കും. ഏത് മേഖലയിലാണെങ്കിലും എന്ത് പ്രവൃത്തിയിലാണെങ്കിലും ഇവർ ചെയ്യുന്നതിനകത്ത് വലിപ്പച്ചെറുപ്പം ഇവർ നോക്കില്ല. അത് ഏത് രീതിയിൽ നമുക്ക് എത്ര ഗുണം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് എത്ര ഗുണം കുറവാണ് ഇതിൽ കിട്ടുന്നത്, ഇതൊന്നും അവർ നോക്കില്ല. അവർ ആ ചെയ്യുന്ന പ്രവൃത്തിയോട് 100% അവർ ആത്മാർത്ഥത, സത്യസന്ധത കാണിക്കും. ഇവരിടപെടുന്ന ആളുകളും അതുപോലെ തന്നെ ആയിരിക്കും. ആളുകളിൽ വലിപ്പച്ചെറുപ്പം നോക്കി ഇടപെടുന്ന അങ്ങനെയുള്ള ഒരു സ്വഭാവമൊന്നും ഇവർക്കില്ല. ഇവർ വളരെ സത്യസന്ധതയും ദയയും മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള മനോഭാവവും ഒക്കെ ഉള്ളവരാണ്. രാജധനം, അതായത് ഗവൺമെൻറ്റിൻ്റെ ധനം കൈകാര്യം ചെയ്യാനായിട്ടുള്ള യോഗമുള്ള ഒരു നക്ഷത്രക്കാരാണ് ഇവർ. അപ്പം അവരുടെ ആ ഒരു അധികാരം, അവരുടെ ആ ഒരു പവറുള്ള ഒരു ജോലിയൊക്കെ ആയിരിക്കും ഇവർക്കുള്ളത്. ഇവരത് മറ്റുള്ളവർക്ക് എത്രത്തോളം സഹായകരമായി ചെയ്യാൻ പറ്റുമോ അത്രയും വളരെ വിശാലമായി തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. ബുധൻ എന്ന് പറയുന്ന ഗ്രഹം വളരെയധികം സാത്വികമായിട്ടുള്ള, വളരെയധികം നിർമ്മലവും നിഷ്കളങ്കവുമായിട്ടുള്ളൊരു ഗ്രഹമാണ് ഈ ബുധൻ. ബുധൻ കലാകാരനാണ്, കഥകളെഴുതും, നന്നായിട്ട് സംസാരിക്കും, പ്രസംഗിക്കും. അങ്ങനെ വളരെ വാക്ചാതുര്യോടുകൂടി, അതായത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന, നമുക്ക് മുൻപിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിയും സംസാരിച്ച് വശത്തിലാക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഒരു പ്രത്യേക സാമർഥ്യവും മിടുക്കുമൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ ബുധന് ജാതകത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പാപയോഗം, അല്ലെങ്കിൽ പാപൻ്റെ ദൃഷ്ടി, അല്ലെങ്കിൽ ഒരു പാപരാശിയിൽ പോയി നിൽക്കുക, ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ പറഞ്ഞ ഈ എല്ലാ സദ്ഗുണങ്ങളുടെയും വിപരീതമായിട്ടുള്ള ഫലമായിരിക്കും ഇവർക്ക് ലഭിക്കാൻ പോകുന്നത്. ഇവർ വളരെ അഭിമാനബോധമുള്ളവരാണ് എന്ന് ഞാൻ പറഞ്ഞു ആദ്യമേ. പക്ഷേ ഈ ബുധൻ ഒരു പാപയോഗം വന്നാൽ ആ അഭിമാനം എന്നുള്ളത് ദുരഭിമാനമായിട്ട് അവർക്ക് മാറും. ഇവരെ ആരെയും സഹായിക്കില്ല, വളരെ ഷഡപ്രകൃതിയായിരിക്കും, ദേഷ്യപ്പെടുന്നവരായിരിക്കും. അവരെൻ്റെ ധനം കൈക്കലാക്കാൻ വക്രബുദ്ധി, കുബുദ്ധിയൊക്കെ കാണിക്കുന്ന വ്യക്തികളായിരിക്കും. രാജാവിൻ്റെ ധനം, സർക്കാരിൻ്റെ പണം കൈകാര്യം ചെയ്യുന്ന വ്യക്തികളായിരിക്കുമെന്ന് പറഞ്ഞു. ആ സർക്കാരിൻ്റെ പണം അവർ കൈകാര്യം ചെയ്യുന്ന മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ താല്പര്യമില്ലാത്ത രീതിയിലുള്ള ചിന്താഗതികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ബുധന് പാപയോഗത്തോടു കൂടി വന്നാലുണ്ടാകുന്ന ഒരു ദുരിതം എന്ന് വെച്ചാൽ, ഈ ബുധൻ ദുർബുദ്ധിക്കും കാരണക്കാരനായി തീരും. അപ്പം ഇതിൻ്റെയൊക്കെ ഈ ശരിക്കും ഈ നക്ഷത്രക്കാരുടെ ഈ സ്വഭാവത്തിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ജാതകത്തിൽ ഈ നക്ഷത്രത്തിൻ്റെ സ്ഥിതി, ഈ ബുധൻ്റെ സ്ഥാനം, ബുധൻ്റെ ബലഹീനത, ഇതെല്ലാം മനസ്സിലാക്കി വേണം നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട്. ആദിത്യൻ്റെയും ശനിയുടെയും കേതുവിൻ്റെയും ദശാകാലങ്ങൾ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമായിട്ടുള്ളൊരു സമയമല്ല. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ ദേവതമാരുടെ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി തങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള വഴിപാടുകളും ആ പൂജാധികാരങ്ങളിൽ പങ്കുചേരുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ കാലയളവിലെ ദുരിതങ്ങൾക്കൊക്കെ ഒരു ശമനത്തിനുള്ള കാരണമാവും. ജന്മനക്ഷത്ര ദിവസം, നമ്മുടെ പിറന്നാൾ വരുന്ന പക്കപ്പിറന്നാൾ ദിവസം
ആ ദിവസങ്ങളിൽ ഈ സർപ്പക്ഷേത്രങ്ങളിൽ പോവുകയും ആരാധന നടത്തുകയൊക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. പൂയം, മകം, ഉത്രം, തിരുവോണം ഈ നക്ഷത്രങ്ങൾ ഈ തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഗുണകരമായിട്ട് നിൽക്കുന്ന നക്ഷത്രങ്ങളല്ല, പ്രതികൂല നക്ഷത്രങ്ങളാണ്. അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രത്തിന് ഭേദമായിട്ട് വരുന്നതാണ് തിരുവോണം എന്ന് പറയുന്ന നക്ഷത്രം. അപ്പം ഈ പറഞ്ഞ നക്ഷത്രങ്ങളുമായിട്ടുള്ള ഒരു സാമ്പത്തിക ഇടപാടുകളും കൂട്ടുകച്ചവടവും കൂട്ടുകൃഷിയും അല്ലെങ്കിൽ വിവാഹബന്ധങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് വളരെയധികം ശ്രദ്ധിച്ചും ആലോചിച്ചും മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിൽ നിന്നെല്ലാം നമുക്കൊരു തിരിച്ചടിക്കൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നിങ്ങളുടെ ജാതകത്തിൽ ഈ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഗ്രഹങ്ങളുടെ ആ ബലവും ബലഹീനതയൊക്കെ മനസ്സിലാക്കി ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ ആയതായിട്ടുള്ള ദേവന്റെ പ്രീതിയൊക്കെ വരുത്തി മുന്നോട്ട് പോകുന്ന വർഷം നല്ല ഉയർന്ന പദവിയിൽ ഉയർന്ന അധികാരത്തോടു കൂടിയുള്ള സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ജോലിയൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുള്ള നക്ഷത്രക്കാരാണ് ഈ തിരുവാതിര നക്ഷത്ര ജാതകർ. അപ്പോൾ വളരെയധികം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള ന്യൂനതകളൊക്കെ മനസ്സിലാക്കി അതിനൊക്കെ പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗം. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇതിനോടൊപ്പം ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓൺലൈൻ കൺസൾട്ടിംഗ് ഉണ്ട്. ഇനി മറ്റൊരു നക്ഷത്ര വിശേഷവുമായി വരുന്നിടം വരെ നന്ദി, നമസ്കാരം.